നമസ്കാരം. VMTV ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയിൽ സംഭവിച്ച ചില നീക്കങ്ങൾ പുതിയ താരസംഘടനയുടെ പിറവിയിലേക്ക് നയിക്കുന്നതായി റിപ്പോർട്ടുകൾ. അമ്മ എന്ന ഒറ്റ സംഘടനയിലാണ് ഇപ്പോൾ ഭൂരിഭാഗം അഭിനേതാക്കളും അംഗങ്ങളായിട്ടുള്ളത്. വനിതകൾക്കായി WCC എന്ന സംഘടനയുണ്ടെങ്കിലും പുതിയ സംഘടന ഇരുവിഭാഗങ്ങളിൽ നിന്നുള്ളവരും അണിചേരുമെന്നാണ് സൂചനകൾ. മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള അമ്മയുടെ എക്സിക്യൂട്ടീവ് ദിവസങ്ങൾക്ക് മുൻപ് രാജിവെച്ചിരുന്നു. അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഭാരവാഹികൾ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അഭിനേതാക്കളുടെ ക്ഷേമ പ്രവർത്തനവും കൂട്ടായ്മയും ലക്ഷ്യമാക്കിയുള്ള സംഘടനയാണ് അമ്മ. എന്നാൽ വരാനിരിക്കുന്ന പുതിയ സംഘടന ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ളതായിരിക്കും. നിയമപ്രകാരമുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനും തൊഴിൽ സുരക്ഷിതത്വത്തിനും ട്രേഡ് യൂണിയൻ സംഘടന അനിവാര്യമെന്നതാണ് ഒരു വിഭാഗം അഭിനേതാക്കളുടെ വിലയിരുത്തൽ. വഴങ്ങിക്കൊടുക്കാത്ത നടിമാർക്ക് അപ്രഖ്യാപിത വിലക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ട്രേഡ് യൂണിയന് വലിയ പ്രാധാന്യമുണ്ട്. അമ്മയുമായി അഭിപ്രായ വ്യത്യാസമുള്ളവരെയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്താൻ പുതിയ സംഘടന ശ്രമിക്കുന്ന ഉറപ്പാണ്. നടി ആക്രമണ കേസിനു ശേഷം താരസംഘടനയിൽ ചിലർ സജീവമാകാറില്ല. പൃഥ്വിരാജും കുഞ്ചാക്കോയും ഉൾപ്പെടെയുള്ള യുവനടന്മാർ നടിക്ക് പിന്തുണ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ വിമത സംഘടനയായിട്ടാണ് ഇവരെ അറിയപ്പെടുന്നത്. WCC അംഗങ്ങൾക്കും ഏറെ താല്പര്യമുള്ള വ്യക്തികളാണ് ഇരുവരും. ഇവരുടെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപീകൃതമായാൽ അത് മലയാള സിനിമയിൽ പുതിയ വഴിത്തിരിവുണ്ടാക്കും. നേരത്തെ ദിലീപിനെ സംരക്ഷിക്കാനുള്ള അമ്മയുടെ തീരുമാനത്തിൽ കടുത്ത പ്രതിഷേധമുയർത്തിയ വ്യക്തിയാണ് പൃഥ്വിരാജ്. ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മോഹൻലാൽ മൗനമായിരുന്നപ്പോഴും പൃഥ്വിരാജ് റിപ്പോർട്ടിന് പിന്തുണയുമായി എത്തിയിരുന്നു. അമ്മ സംഘടനയിൽ അംഗമാണെങ്കിലും പൃഥ്വിരാജ് യോഗങ്ങളിൽ പങ്കെടുക്കാറില്ല. സംഘടനയിലെ വിമത വിഭാഗം രൂപീകൃതമാകുമെന്ന് ഉറപ്പാകുമ്പോൾ ആരൊക്കെയാകും അംഗമാകാൻ എത്തുക എന്ന ആകാംക്ഷയിലാണ് സിനിമാ ആരാധകർ. നടൻ ദിലീപിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോൾ അമ്മ സംഘടനയിലുണ്ട്. അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നത് പരസ്യമായ രഹസ്യമാണ്. പൃഥ്വിരാജിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശത്തോടെ ദിലീപിന്റെ അടുത്ത സുഹൃത്തായ ധർമ്മജൻ രോഷത്തോടെയാണ് പ്രതികരിച്ചത്. പുതിയ സംഘടന വരുന്നതോടെ സിനിമാ മേഖലയിലെ ഈ പവർ ഗ്രൂപ്പിന് കടിഞ്ഞാണ്ടിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ട് അവസാനിക്കുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.